മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 ജൂലൈ 18 വെള്ളി. സകലവിധ അനാചാരങ്ങൾക്കും ആഭിചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഇടയിലാണ് ശരാശരി മലയാളിയുടെ ജീവിതം. ദുർമന്ത്രവാദങ്ങളും ആഭിചാര പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള നിയമനിർമ്മാണം വൈകാൻ കാരണം ഇത്തരക്കാർക്ക് പുരോഗമന സർക്കാരുള്ള സ്വാധീനമാണെന്ന് വിമർശിച്ചാൽ പൂർണ്ണമായും തള്ളാനാവില്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. കൂടോത്രക്കാർക്ക് സർക്കാർ കുടപിടിക്കരുത്. ദുർമന്ത്രവാദങ്ങളും ആഭിചാര പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്നാക്കം പോയിട്ടില്ലെന്നും നിയമപരവും ഭരണപരവുമായ സങ്കീർണതകളാലാണ് നിയമം വൈകുന്നതെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള തീരുമാനം സർക്കാർ തിരുത്തി എന്നത് സ്വാഗതാർഹമാണ്. സംസ്ഥാനത്ത് ജാതിമത ഭേദമന്യേ അന്ധവിശ്വാസവും അനാചാരങ്ങളും അനുദിനം വർദ്ധിച്ചു വരികയാണ്. നരബലിയും നഗ്നപൂജയെ ഉൾപ്പെടെയുള്ള കൊടിയ അതിക്രമങ്ങൾ നടമാടുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ച് മന്ത്രവാദ ചികിത്സകൾ പെരുകുന്നു. അതിനിടയിലാണ് നിയമനിർമ്മാണ നീക്കവുമായി മുന്നോട്ട് പോകേണ്ടെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചെന്നും പ്രത്യേക വിഷയത്തിൽ നിയമനിർമ്മാണത്തിന് നിർദ്ദേശിക്കാൻ കോടതികൾക്കാവില്ലെന്നും ഒരു മാസം മുമ്പ് സർക്കാർ കോടതിയിൽ രേഖാമൂലം അറിയിച്ചത്. അന്ധവിശ്വാസ വ്യവസായികൾക്കും ദുർമന്ത്രവാദ കൂടോത്ര തട്ടിപ്പുകാർക്കും കുടപിടിക്കുന്ന അത്തരമൊരു നിലപാടെടുക്കാൻ ഏത് ദുർമന്ത്രിയാണാവോ സർക്കാരിനെ ഉപദേശിച്ചത്? മതവിശ്വാസം മുറുകെ പിടിച്ച് സമാധാനപരമായി ജീവിക്കുന്ന മനുഷ്യരെ അപഹസിക്കാനും വെല്ലുവിളിക്കാനും ധാർഷ്ട്യം കാണിക്കുന്ന അധികാരികൾക്ക് അന്ധവിശ്വാസ ദുർമന്ത്രവാദി കൂട്ടങ്ങൾക്ക് മുന്നിൽ മുട്ടുപറച്ചിട്ടുണ്ടാവും. അതിനെതിരെ വലിയ വിമർശനമുയർന്ന സാഹചര്യത്തിൽ വൈകിയാണെങ്കിലും തീരുമാനം തിരുത്തിയത് നല്ല കാര്യം തന്നെ. അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിൽ വേർതിരിക്കാനുള്ള സങ്കീർണതയാണ് നിയമനിർമ്മാണം വൈകാൻ കാരണമായി സർക്കാർ പറയുന്ന ഒരു ന്യായം. സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക നിയമനിർമ്മാണം 6 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന മന്ത്രവാദം, മന്ത്രവാദത്തിൻ്റെ പേരിൽ നടക്കുന്ന ലൈംഗിക പീഡനം, ചികിത്സാ നിഷേധം, ബാധ ഒഴിപ്പിക്കൽ തുടങ്ങിയവ കുറ്റകൃത്യമാക്കി ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നൽകുകയും തുടർന്ന് കരട് നിയമം തയ്യാറാക്കുകയും ചെയ്തിരുന്നു. നരബലി നിരോധനം, മന്ത്രവാദ ചികിത്സ, ബാധ ഒഴിപ്പിക്കൽ, ചികിത്സയുടെ പേരിൽ ശാരീരികമോ മാനസികമായ ഉപദ്രവം, അത്ഭുതസിദ്ധിയുടെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പ്, ചികിത്സ തടയൽ, മാസമുറയുള്ള സ്ത്രീകളെ മാറ്റി നിർത്തൽ തുടങ്ങിയവ കുറ്റകൃത്യങ്ങളായി കണ്ട് തടവും പിഴയും തുടങ്ങിയവ ഉൾപ്പെടുത്തിയ കരട് നിയമത്തിൽ മതപരമായ ആചാരങ്ങൾ കൃത്യമായി വേർതിരിച്ച് ഒഴിവാക്കിയിരുന്നു. 2022 നടന്ന ഇലന്തൂർ നരബലി നിയമനിർമ്മാണത്തിനുള്ള ആവശ്യകത ശക്തമാക്കി അന്ന് നിയമം വേഗത്തിലാക്കുമെന്ന് ആണയിട്ടൊരു ഭരണകൂടം താമസിയാതെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. പുരോഗമനം കൈവരിച്ച പരിഷ്കൃത സമൂഹം എന്ന് വലിയ തോതിൽ മേനി നടിക്കുന്നുണ്ടെങ്കിലും സകലവിധ അനാചാരങ്ങൾക്കും ആഭിചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഇടയിലാണ് ശരാശരി മലയാളിയുടെ ജീവിതം. ആൾദൈവങ്ങളുടെ ദിവ്യശക്തി വിളംബരം ചെയ്ത് റോഡിന് ഇരുവശവും ഉയർന്നു കാണുന്ന ഫ്ലെക്സുകൾ, പത്രമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മുഴുനീള പരസ്യങ്ങൾ, അത്ഭുതസിദ്ധിയുടെ വ്യാജ വാർത്തകൾ, ഉറുക്കും തകടും ധനാകർഷണ യന്ത്രങ്ങളും സമാധിയിരുത്തൽ എന്നിവയെല്ലാം പുരോഗമന മലയാളിയുടെ ജീവിത ഭാഗമാണ്. അത്ഭുതസിദ്ധി അവകാശവാദങ്ങൾ കൊട്ടിഘോഷിക്കുന്ന സമൂഹ മാധ്യമ വീഡിയോകളാണ് ഈ രംഗത്തെ മറ്റൊരു വിപണി തന്ത്രം. യൂട്യൂബ് തുറന്നാൽ വിമാനം പിടിച്ചു നിർത്തിയ സിദ്ധനെക്കുറിച്ച് മുതൽ രോഗം മാറ്റുന്ന പത്രത്തെക്കുറിച്ച് വരെ അബദ്ധ വർത്തമാനങ്ങൾ കേൾക്കാനാവും. ഇവയെല്ലാം വിശ്വസിക്കാനും ആ മാർഗത്തിൽ പണം ചെലവിടാനും ശരാശരി മലയാളി തയ്യാറുമാണ്. ചെറിയ മുടക്കുമുതലിൽ വലിയ ലാഭമെന്നതും അധികാര കേന്ദ്രങ്ങളെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നതുമെല്ലാം ഈ രംഗത്തെ തട്ടിപ്പുകാരെ തടിച്ചു കൊഴിപ്പിക്കുന്നുണ്ട്. പുതിയതായി സൃഷ്ടിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളും കുഴിതോണ്ടിയെടുക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളും വിവാഹവേദികളെ വരെ കീഴ്പ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിൽ. പുരോഹിതവർഗത്തിന് ഇവയെല്ലാം കൂടുതൽ ധനാകർഷണ മാതൃകകളായതിനാൽ അവർ അത് പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അനാചാരങ്ങളിലും അത്ഭുതസിദ്ധികളിലും അഭിരമിക്കുന്നവർക്ക് പുരോഗമന സർക്കാരുള്ള സ്വാധീനമാണ് നിയമം വൈകാൻ കാരണമെന്ന് വിമർശിച്ചാൽ പൂർണ്ണമായും തള്ളാനാവില്ല. വലിയ പുരോഗമനമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മഹാരാഷ്ട്രയും കർണാടകയും സമാന നിയമങ്ങളുമായി മുമ്പേ സഞ്ചരിച്ചവരാണ്. ഈ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും ആഭിചാര അനുഷ്ഠാനങ്ങൾക്കും എതിരെയായിരുന്നു നിയമം. അതിശക്തമായ അന്ധവിശ്വാസ ചൂഷണ നിരോധന നിയമം
നിർബന്ധമായും പ്രാബല്യത്തിൽ വരുത്തുകയും നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യാത്ത പക്ഷം വളർന്നതിനേക്കാൾ വേഗത്തിൽ പിന്നോട്ട് പോകുന്ന കേരളമാവും രൂപം കൊള്ളുക. അതിനെ നമുക്ക് നവകേരളമെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാനാവില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.